ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അതെ കൂട്ടാ ബിജുക്കുട്ടാ, നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കാര്യം തുടക്കം ഇടേണ്ട ആളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇത് നമ്മള് 3 പേരെടുത്ത് കൈകാര്യം ചെയ്ത് പോയെങ്കിലേ പറ്റുള്ളൂ. ജീവില്ല എന്നല്ലേ? ജീവില്ല. അത് കാര്യമാക്കണ്ട, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായാലും നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാല്ലേ? തുടങ്ങാം. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇന്നൊരു കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ തരേണ്ട ഒരു ടീം ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രേക്ഷകർ അവർക്കാരും നമ്മളൊരു കൈയടി കൊടുക്കുന്നു. അടിപൊളി. അപ്പൊ ചോദിക്കാം ബിജുക്കുട്ടാ, നിങ്ങൾ എവിടുന്നാണ്? ഞങ്ങള് കണ്ടക്കടവ്, ചെല്ലാനം കണ്ടക്കടവിലുള്ളതാണ്. തൊഴിലുറപ്പ് അംഗങ്ങളാണ്. പിന്നെ ഞങ്ങള് 13 പേര് കണ്ടക്കടവിൽ നിന്നുള്ളതാണ്. പിന്നെ ഇത് എന്റെ അനിയത്തിയാണ്, ചോറ്റാനിക്കരയില്. അപ്പൊ അവരുടെ കുടുംബശ്രീ അംഗങ്ങളും കൂടിയാണ് ഞങ്ങൾ വന്നേക്കണം. 2 ടീമും കൂടി ഒരുമിച്ച് ചെല്ലാനോ പിന്നെ ചോറ്റാനിക്കര. അപ്പോ ചെല്ലാനവും ചോറ്റാനിക്കര നമ്മളുടെ മത്സരമാണ് നമ്മളൊന്ന് കാണാം. അപ്പൊ നിറഞ്ഞ കൈഡി തരണം. കാര്യം നമ്മൾ കിഡിലും സ്കിറ്റുമായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അനുവാദത്തോടെ നമ്മളങ്ങ് തുടങ്ങിയാലോ? ആദ്യത്തെ സ്കിറ്റ് അടിക്കാം. അപ്പൊ നമ്മുടെ ഷബോൺ ഷാ, അയ്യോ ഹിറ്റ് ക്യാരക്ടറാണ്. ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ ഷബോൺ ഷാനെ മതിപ്പാ. പിള്ളേർക്ക് ഒരുപാട് അനുകരിക്കുന്നുണ്ട്. ഒരുപാടുണ്ട്. ഷബാൻ ഷാ, അതുപോലെ ഡിസ്ക് ചന്ദ്രൻ. നമുക്ക് ഇവരെ 3 പേരെയും വിളിച്ചാലോ? ഡിസ്ക് ചന്ദ്രൻ ഷബോൺ ഷാ അല്ല, നമ്മൾ പെർഫോം ചെയ്യുന്ന 3 പേരെയും വിളിച്ചാലോ? നമുക്ക് സ്വാഗതം ചെയ്യാം. അഭിലാഷ് മല്ലിശ്ശേരി, രാജിമോൻ ആൻഡ് വിഷ്ണു. അയ്യോ എന്റെ തമ്പുരാനെ, ജീവൻ കൈ പിടിച്ചോണ്ടുള്ള ഓട്ടമായിരുന്നു. അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. നിങ്ങളെ ഇവിടെ പലർക്കും എന്നെ ചിലപ്പോ അറിയായിരിക്കും. കുഞ്ഞുമോൻ, ചട്ടമ്പി കുഞ്ഞുമോൻ. നാട്ടിൽ 100-150 ശിഷ്യന്മാരുള്ള ഒരു ഗുണ്ടയായിരുന്നു ഞാൻ. ഇപ്പൊ ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. എന്നാലും പണ്ടത്തെ പോലെ തന്നെ മഴയത്തും വെയിലത്തും കുഞ്ഞുമോൻ. എന്റെ പൊന്നെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാട്ടിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാ ബോംബെക്ക് ചാടിയത്. ഇവിടെ നാട്ടിലെ അടി പിന്നെ പോട്ടെ, നമ്മുടെ നാട്ടുകാരാന്ന് വെക്കാം, നമുക്ക് സഹിക്കാം. ഈ ബോംബെ വന്ന് ഹിന്ദിക്കാരടി എനിക്ക് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനല്ല, നഹി നഹി എന്ന് വെച്ചാ നഹി. പിന്നെ ഇവന്മാരെന്നെ ഓടിച്ചിട്ടടിക്കുന്നതിന്റെ കാര്യമാ എനിക്ക് മനസ്സിലാവാം. ഫോണും എന്നെ അടിക്കുമെന്ന് തോന്നിപ്പോ. ഹലോ, ആരാ? ചന്ദ്രൻ. ചന്ദ്രൻ. അയ്യോ ചന്ദ്രൻ, നീ എവിടെ നിൽക്കുവാ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയോ, നീ കണ്ടില്ലയോ? അയ്യോ, ആശാൻ ഓടുന്ന ഞാൻ കണ്ടായിരുന്നു. ആശാൻ ഇപ്പൊ എവിടെ നിൽക്കുവാ? ഇതെവിടാന്ന്? ഞാന് ധാരാവി ജംഗ്ഷനിലാന്ന് തോന്നുന്നു. ധാരാവി ജംഗ്ഷനിലൊക്കെ പോയി നിൽക്കാൻ ആര് പറഞ്ഞു? ഒരു കാര്യം ചെയ്യും, അവിടുന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോവരുത്. പിന്നെ ഞാനിതാ വന്നേക്കുവാ. ആണോ? എന്താ കാണിക്കുവാടാ? കുടുങ്ങിപ്പോയി. ആവശ്യമില്ലാത്ത പണിക്ക് പോകാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത്. കളഞ്ഞതോ? അതല്ല, പിന്നെ ഇപ്പോഴും പേര് ചട്ടമ്പിക്കുഞ്ഞു. അടിയെന്ന് എഴുതി കാണിച്ചപ്പോഴേ ഓടി. അയ്യോ, അടിയെന്ന് എഴുതി കാണിച്ചപ്പോഴല്ലോ, അവിടെ അടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ട്, ഈ ഓടുന്നതിന്റെ ഇടയ്ക്ക് ഈ അണ്ണാനെ പിടിച്ച് ഇന്ന ആര് പറഞ്ഞു? അണ്ണനെ പിടിച്ചില്ല. അണ്ണാന്റെ ബാലൻസ് അവരുടെ ചാരത്തിട്ട് ഉരുട്ടിയതാ. ചാരത്തിട്ട് ഉരുട്ടിയത്? പിന്നെ നാണക്കേടായി പോയി. നിന്നോട് ഞാൻ എപ്പോഴേലും പറഞ്ഞായിരുന്നോടാ എനിക്ക് വിശക്കുന്നു, എനിക്ക് പൊറോട്ട ഇറച്ചി വേണം? നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോടാ? എന്റെ പൊന്നാശാനെ, സ്നേഹമുള്ള ശിഷ്യന്മാർക്ക് ആശാന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ പൊറോട്ട വേണമെന്ന്? അയ്യോ, അങ്ങനല്ല. പിന്നെ ഞാനും പുള്ളിയുമായിട്ട് ബോംബെ വന്നിട്ട് ഒരാഴ്ചയായി. ഇതുവരെ പച്ച വെള്ളം കുടിച്ചിട്ടില്ല. കടത്തിണ്ടല്ല കിടന്നുറങ്ങുന്നത്. ഇന്നലെ ഞാൻ നോക്കുമ്പോ വെളുപ്പിനെ 5:30 എന്റെ മുണ്ടിന്റെ ഒരു പീസ് കീറിയിട്ട് മഴയത്ത് മുക്കി തിന്നുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പൊറോട്ട ഇറച്ചി തിന്നുന്ന സ്വപ്നം കണ്ടോണ്ട് കിടക്കുവാണ്. അതാ ഞാൻ മാർവാടിയുടെ കടയെ കൊണ്ട് കയറ്റിയത്. മാർവാടിയുടെ കടയെ കൊണ്ട് കയറ്റി എന്നുള്ള സത്യമാണ്. പറഞ്ഞ ദോഷം പറയത്തല്ലോ. ഇവൻ എനിക്ക് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തന്നു, ഞാൻ തിന്നു, ഇവനും പൊളക്ക തിന്നു. എന്നിട്ട് അവര് ബില്ലും കൊണ്ട് വന്നിട്ട് പൈസ വേണമെന്ന് പറഞ്ഞപ്പോ ഇവന്റെ സ്ഥിരം അടവ് ഉണ്ടാവുന്ന കാലത്ത് തരാമെന്ന്. ഞാനത് കേട്ടതും ഇറങ്ങി ഓടി. എനിക്കറിയാം അടി വരുമെന്ന്. ഞാൻ വിടുവോ? എന്റെ പൊന്നാശാനെ, എന്തൊക്കെ ഈ പറയുന്നത്? സാധാരണ ഓട് അടി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തോട്ടാണ് ഓടുന്നത്.
ഇതാ ഹോട്ടലിലെ അടുക്കളയായിട്ടടുത്ത് ഓടിയേക്കുന്നു. എന്റെ ചന്ദ്ര, നിനക്കറിയത്തില്ല ആടി വരുന്ന അടുക്കളയാന്നോ അന്തപ്പുറമാന്നോ ഞാൻ നോക്കിയില്ല. ഞാൻ ഓടിച്ചെന്ന് കേറിയത് എവിടെ നിനക്കറിയാമോ? എവിടെയാണ്? ബിരിയാണി ചെമ്പിനകത്ത്. അയ്യേ, ഞാൻ കണ്ടായിരുന്നു. മരണക്കിണറിനകത്ത് പിള്ളേര് ബൈക്ക് ഓടിച്ച് കളിക്കുന്ന പോലെ ചെമ്പിനകത്ത് കയറിയിരുന്ന് കഴി ഉരുട്ടി പോകുന്നു. അത് കണ്ട എന്റെ ശിഷ്യൻ ഇവിടെ നിന്ന് ചിരിക്കുവായിരുന്നില്ലേടാ. അയ്യോ, ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ചിരിക്കുകയല്ലായിരുന്നു. ഷെവർമാടെ കമ്പി കയറ്റിയിട്ട് അവന്മാരെന്നെ കറക്കായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മൂന്നാമത്തെ കറങ്ങിയതും ആ കമ്പിക്കകത്ത് ഞാൻ കുറിയും വെച്ചു. കുറി വെച്ചെന്നാ പറഞ്ഞത്. അയ്യോ, എന്റെ മെയിൻ സംഭവമാണ് ഈ കുറിവെപ്പ്. ആശാനും ഇത് മനസ്സിലായിട്ടില്ലെന്ന് വിചാരിക്കുമ്പോ കഷ്ടമാണ്. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തൻ. ഞാനാണോ കാരണക്കാരൻ? കാശുമില്ല, പുത്തനുമില്ല, എങ്ങനെ വേണം ഇവിടെ വന്ന് കിടന്ന് എന്തോ കാണിക്കുവാടാ. കടയിൽ നടി കൊണ്ട് ഓടിയെങ്കിലും ആശാൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവന്മാരിനി കട നടത്തും, കാശ് നമ്മൾ സമ്പാദിക്കും. അവന്മാര് കട നടത്തിയിട്ട് കാശ് നമ്മൾ സമ്പാദിക്കുന്നേ? ആ ഹോട്ടലിൽ ഇരുന്ന ഷാറൂഖ് ഖാനെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഷാറൂഖ് ഖാനെ പിടിച്ചോണ്ട് വന്നു? നമ്മുടെ നാട്ടിലൊക്കെ മമ്മൂട്ടിയെ പറയുന്നത്, അവിടെ ഷാറൂഖ് ഖാനാ ഇത് പറയുന്നത്. ആര് കടയിൽ കയറിയാൽ ഇതിനകത്ത് കാശ് വന്ന് വീഴും. പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിനി പണിക്ക് പോകണ്ട, ഏതെങ്കിലും മരത്തിന്റെ സൈഡിൽ പോയി ഇതുമായിട്ട് ഇരുന്നാ മതി. ഉമ്മാതെ വന്ന് കാശ് വീഴും. ഇതിനകത്ത് 2 കോടി രൂപയാകുമ്പോ നമുക്ക് പൊട്ടിക്കാം. കണ്ടോ, അവിടെ ആ രണ്ടിപ്പ കയറി കഴിച്ചു. കാശ് നമുക്ക് തന്നെ. അതാ ചന്ദ്രന്റെ കളി. എന്റെ മോടെയും മരുമോന്റെയും കൂടെ നല്ല അമ്പൂറ്റിയായിട്ടുണ്ട് ചെറുക്കന്റെ കൂടെ അന്തസ്സായിട്ട് ജീവിച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ ഞാൻ? ഓഹോ, അത് ശരി. ഇപ്പൊ മരുമോനായി, പുന്നാരയായി, മോനായി. പണ്ട് ഈ മരുമോനെ സ്വന്തം മോളെ അടിച്ചോണ്ട് പോയെന്നും പറഞ്ഞ് ചന്ദ്രന്റെ മുമ്പിൽ വന്ന് നിന്ന് കരഞ്ഞപ്പോ എടവും വലവും നോക്കാതെ ഇറങ്ങി തിരിച്ചവനാ ചാക്കോച്ചി. അപ്പൊ ചന്ദ്രൻ 2-3 പ്രാവശ്യം ആയപ്പോ തെറ്റിപ്പോയതാണ്. എന്നിട്ട് ഞാൻ അവനെ കയ്യിലിട്ട് കറക്കി പാടത്തൊരു ഒറ്റ അടിയായിരുന്നു. അതോടുകൂടി ഇയാളെ മരുമോൻ നന്നായി. അപ്പൊ ചന്ദ്രൻ ഔട്ട്. ആര് കറക്കി അടിച്ചെന്നാ പറഞ്ഞ? അതൊക്കെ നാട്ടുകാര് കണ്ടിട്ടുണ്ട്. നീ ഇല്ലയോടാ ഈ നാശമെല്ലാം ഉണ്ടാക്കി എന്നെ ഈ ബോംബെ കൊണ്ടുവന്നു. ഇയാള് പിന്നെ എന്റെ നെഞ്ചത്തോട്ട് വരുവാണല്ലോ. ആശാനന്ന് നോക്കത്തില്ല, കുറി വെച്ചുകളയും ചന്ദ്രൻ. ഒരു കാര്യം ഞാൻ പറയാം, ഞാനല്ല ഒന്നിനും കാരണക്കാരൻ. പിന്നെ ആരാടാ? നിങ്ങൾ ഇത് കേൾക്കണം. കേട്ടില്ലേ? കേൾപ്പിക്കാൻ ചന്ദ്രൻ അറിയാം. പണിയും വേലയില്ലാതെ കുറച്ച് നാൾ ഞാൻ വീട്ടിൽ ഇരിക്കുവായിരുന്നു. സത്യമാ, ഇങ്ങേർക്കും പണിയൊന്നുമില്ല. ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞ്, എടാ ഒരു വാടക വീട് ഒഴിപ്പിച്ചാൽ കുറച്ച് ചിക്കിളി കിട്ടുമെന്ന്. ഇയാടെ കൂടെ എന്നിറങ്ങി തിരിച്ചാലും ആടി ഉറപ്പാ. എന്നാലും ഞാൻ പോയി. ആശാനല്ലേ, തള്ളിക്കളയാൻ പറ്റുമോ? നേരെ ഇയാൾ കാണിച്ചു തന്ന വീട്ടിലോട്ട് ഒറ്റ കയറ്റമായിരുന്നു. അവിടെ കട്ടിലേക്ക് തുടങ്ങിയ അപ്പാവനെടുത്ത് ഒറ്റ ഏറാ വെളിയിൽ. അവരെല്ലാം പിടിച്ചെറിഞ്ഞ് വീടും പൂട്ടി താക്കോലെടുത്ത് വിഴുങ്ങി വെള്ളവും കുടിച്ചൊരൊറ്റ വരവായിരുന്നു. പക്ഷെ അതൊരു എസ്ഐയുടെ വീടാന്നുള്ള കാര്യം മറച്ചു വെച്ച്. അയ്യോ, എസ്ഐയുടെ വീടല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ വീട് ഒഴിപ്പിക്കാനാ ഞാൻ ഇവരോട് പറഞ്ഞു. നിന്നോട് ആരാണ് പറഞ്ഞ എസ്ഐയുടെ വീട് ഒഴിപ്പിക്കാൻ? അയ്യേ, തൊട്ടപ്പുറത്തെ വീടൊക്കെ ഒരു വീടാണോ? കാണാൻ ഒരു ഭംഗിയില്ല. കൂട്ടത്തിൽ കൊള്ളാവുന്ന വീട് അതായിരുന്നു. അത് അവിടെ കയറി അവരെ ഒഴിപ്പിച്ചത്. എടാ, അതുകൊണ്ടാണ് ആ എസ്ഐ എന്നെ കൊണ്ട് ലോക്കപ്പിലിട്ട് ഇടിച്ചു നൂത്തത്. നിനക്കറിയാവോടാ? അയ്യോ, ലോക്കപ്പിൽ കൊണ്ടിട്ട് ഇടിച്ച് നൂത്തെങ്കിലും ചന്ദ്രനെ വന്നുള്ള ഇറക്കി പുറത്തു കൊണ്ടുവരാൻ. ലോക്കപ്പിൽ നിന്ന് ഇറക്കിയ അന്തസ്സൊക്കെ നിങ്ങൾ കേൾക്കണം. ഇവൻ എങ്ങനെ സ്റ്റേഷനിൽ തന്നെ ഇറക്കിയെന്നറിയാവോ? ആ പോലീസ് സ്റ്റേഷന് തീ വെച്ചിട്ട്. എന്റെ പൊന്നാശാന, ഞാൻ പോലീസ് സ്റ്റേഷന് തീ വെച്ചൊന്നുമല്ല. ആശാനെ ഇറക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ പോയാ. മണിക്കൂട്ടം കേൾക്കുന്നുണ്ടോ? മൈൻഡില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ നേരെ അവിടെ ചെന്ന് ഒരു കട്ടൻ വീടിയും വലിച്ച് സ്റ്റേഷന്റെ വാതിക്ക നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു പോലീസുകാരൻ ഇറങ്ങി വന്നു. ഞാൻ ഈ പോലീസുകാരൻ കാണണ്ടല്ലോ എന്നും പറഞ്ഞ് ബീഡി എടുത്തൊരു ഒറ്റ ഏറാ. ഈ ബീഡിക്കുറ്റി ചെന്ന് വീണത് പോലീസുകാർ പിടിച്ച സ്പിരിറ്റ് കന്നാസിലും. ഒറ്റ പൊട്ടായിരുന്നു. അതിന് പോലീസുകാർ ഓടി വന്നിച്ചും പറയാ, ഡിസ്ക് ചന്ദ്രൻ പോലീസ് സ്റ്റേഷൻ ബോംബിട്ടേ. ആ ഗ്യാപ്പിൽ ആശാനം കൊണ്ട് ഓടുമായിരുന്നു. ആ ഓട്ടം വന്ന് നിന്നത് ബോംബേലും. ചന്ദ്രൻ, നിന്നെ ഞാൻ കഴിഞ്ഞ ജൂണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. നീ എവിടെ? തമിഴ്നാട്ടിലായിരുന്നു? എന്റെ പൊന്നാശാനെ, ജൂൺ മാസത്തിൽ മഴയല്ലേ, പുറത്തിറങ്ങാൻ പറ്റുമോ? അടി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ജൂൺ 28-ാം തീയതി ഒരു അടി കിട്ടി. എവിടുന്ന്?
വീട്ടിനകത്ത് വെച്ചേരും. വീട്ടിൽ കയറി ചന്ദ്രനെ അടിച്ചോ? കുഞ്ഞുമോന്റെ ശിഷ്യൻ ചന്ദ്രനെ അടിക്കാൻ ഏതവരാണ് ധൈര്യമുള്ളത്? മഴയത്തും വെയിലത്തും കുഞ്ഞുമോൻ പറയണ ആരാണ് അടിച്ചിനെ അടിച്ചത്? എവിടെ കയറി പോവാണ്? വീട്ടിൽ വെച്ച് അടിച്ചത് കറണ്ടാന്ന്. ഫീസ് മാറാൻ വേണ്ടി കൈയിട്ടപ്പോ കറണ്ട് അടിച്ച്. കറണ്ടിനെ ഞാൻ എങ്ങനെ തിരിച്ചടിക്കും? എടാ, കറണ്ടിനെ തിരിച്ചടിയത്തില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാറുള്ള KCB പോയി അടി ഉണ്ടാക്കണവരാ. അതാണ് ആണത്തം. ഞാൻ നേരെ KCB-യിലേക്ക് ചെന്നതാ. എന്നിട്ട്? അപ്പൊ അവന്മാർ എന്നോട് പറയും ഇവിടെ കറണ്ട് പോയിട്ട് ഒരാഴ്ചയായിരുന്നു. ഞാൻ നേരെ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് KCB-യുടെ മുമ്പിൽ ഇരുന്ന ട്രാൻസ്ഫോർമറിനകത്ത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചിട്ട് എന്റെ കലിപ്പ് തീർക്കുകയായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോയ കാര്യം ഇടയ്ക്ക് ചോദിച്ചായിരുന്നല്ലോ. എനിക്കൊരു പണി കിട്ടി പോയതാ തമിഴ്നാട്ടിൽ. നമ്മുടെ പഴയ രാമപ്പായ ഓർമ്മയുണ്ടോ? രാമപ്പ എന്ന് പറയുമ്പോ പണ്ട് തമിഴ്നാട്ടിൽ ഒരടിക്ക് പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ആമയുടെ കോസ്റ്റ്യൂം ഇട്ടെഴഞ്ഞു പോയ മനുഷ്യനാണിത്. അവസാനം രാമപ്പ പിടിച്ചടിച്ച് പായിക്കാത്തിട്ട് ചുരുട്ടുമായിരുന്നു. അന്ന് വീണതായാക്ക് രാമപ്പ. ചന്ദ്ര, ഈ ഇതൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നതുകൊണ്ട് എവിടുന്നാ കിട്ടുന്നെന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല. ഡീറ്റെയിൽ പറഞ്ഞാലേ നമുക്ക് ആളിനെ മനസ്സിലാവത്തുള്ളൂ. കിട്ടിയാൽ മാത്രം പോരാ, ഓർക്കാനും പറ്റണം. എന്നെ പോലെ ഡയറി മേടിച്ചു വെക്കും. അതാകുമ്പോ കുറിച്ച് വെക്കാൻ പറ്റും. ഒന്നും നോക്കിയില്ല. രാമപ്പ എന്നോട് പറയാണ് തമിഴ്നാട്ടിലൊരു വീടുണ്ട്, അവിടെ കയറി ഒരു തൊണ്ടി മുതൽ എടുക്കണമെന്ന്. ഒന്നും നോക്കിയില്ല, നേരെ ആ വീട്ടിലോട്ട് ചെന്നു. പ്രചോദിയേട്ടൻ മൈൻഡില്ലല്ലോ, കുറി വെക്കാൻ വേണ്ടി വരണോ? ഞാൻ നേരെ ആ വീട്ടിലോട്ട് കയറി ചെന്നു. എങ്ങനാ കേറിയെന്നറിയാവോ? ആ വീടിന്റെ പുറകിൽ ഒരു എക്സോസ് ഫാണ്ടിരുന്ന ഹോൾ ഉണ്ടായിരുന്നു. അതുവഴി ഞാൻ പയ്യെ അകത്തോട്ട് കയറുകയും ഇടക്കെത്തിയപ്പോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം വീടിനകത്തും ബാക്കി സിസ്റ്റം ഒക്കെ വീടിന് പുറത്തും. എന്നിട്ട് 1.5 മാസം ഞാൻ ആ ഹോളിൽ തന്നെ ഇരുന്നു. 1.5 മാസമൊക്കെ എന്തിനാ ഹോളിനകത്ത് കയറിയിരുന്നേ? ഡയറ്റിങ്ങിലായിരുന്നു. എടോ, പട്ടിണിയും വെള്ളം ഒന്നും കുടിക്കാതെ ചൊക്കി ചൊളിങ്ങിയാൽ മാത്രമേ എനിക്ക് അതിനകത്ത് നിറങ്ങി വരാൻ പറ്റത്തുള്ളൂ. ഈ ഡയറ്റിംഗ് ഒക്കെ എടുത്തെങ്കിലും അതൊക്കെ ഞാൻ അങ്ങ് സഹിച്ച്. പക്ഷേ എവിടുന്ന് ഒരു തൂക്കണം കുരുവന്നാശാനെ. എന്തിന്? കൂട് വെക്കാനായിരുന്നു അതിന്റെ പ്ലാൻ. സ്ഥലം നോക്കിയിട്ട് വീടിന്റെ പ്ലാൻ പഠിപ്പിക്കാൻ പോയിട്ടായിരിക്കും. അയ്യോ, എന്ന് വെച്ചാ വയറ്റിലെ കണ്ണായ സ്ഥലമല്ലേ അത് കണ്ടിട്ട് പോയത്. ഈ കുരുവി കൂടും വെച്ച് 5 മുട്ട വിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചിട്ടാണ് പോയത്. ഈ പുല്ലിനെ പറഞ്ഞു വിടാൻ ചന്ദ്രൻ പെട്ട പാട്. അത്രയും കഷ്ടപ്പാടൊന്നും ചന്ദ്രൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ചന്ദ്രൻ ചന്ദ്ര, നീ എന്നാലും ഭാഗ്യവാനാ. അതിനെനിക്ക് ലോട്ടറിയല്ല അടിച്ചത്, കുരി വന്ന് കൂടാണ്. തൂക്കണാങ്കുരി വന്നതാ നിന്റെ ഭാഗ്യം. വല്ല മരം കൊത്തി വല്ലതും വന്നായിരുന്നല്ലോ 150 കൂടാതെ അവൻ ഉണ്ടാക്കിയിട്ട് പോയത്. എന്റെ ഭഗവാനെ, എന്തായാലും നമ്മൾ ബോംബെയിലെത്തിയല്ലോ. ഇനി ആധാരവും മേടിച്ച് ആശാന്റെ പഴയ ഗുണ്ടയെ കറക്കി അടിച്ചിട്ടേ ചന്ദ്രൻ പോകുന്നുള്ളൂ. 10-25 വർഷം കഴിഞ്ഞ കാര്യമാണ് അത്. എന്നോട് പറയണ്ട, അവരോട് പറ. എന്റെ പൊന്നെ, നിങ്ങൾക്കറിയാമോ ഈ ആധാരത്തിന്റെ കാര്യം ഇവൻ എന്തുവാ പറയുന്നത്? പണ്ട് ഞാൻ ഈ ബോംബെ വന്ന് ഈ ഗുണ്ടാവിളയാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോ എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നു, ചന്തുഭായ്. പുള്ളി തമിഴനാ. ഞാനിക്കന്നൊരു പന്നസഭ ഉണ്ടായിരുന്നു, ചീട്ട് കളി. കൈയിരിക്കുന്നതെല്ലാം പണയം വെച്ച ചീട്ട് കളിക്കും. ഒരു ദിവസം കൈ പൈസ ഇല്ലാതെ പറഞ്ഞപ്പം എന്റെ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ച് ചീട്ട് കളിച്ചു. ചീട്ട് കളിച്ച് എന്റെ കഷ്ടകാലത്തിന് ഈ കളി അങ്ങ് തോറ്റുപോയി. ഈ ചന്തുഭായി എന്റെ ആധാരം കൊണ്ടങ്ങ് പോയി. ആ ആധാരം വാങ്ങിച്ചു തരാൻ വേണ്ടി ഇവനിപ്പൊ എന്നെ കൊണ്ട് ഇവിടെ വന്നത്. മേടിച്ച് തരുമെന്ന് പറഞ്ഞ ചന്ദ്രൻ തന്നിരിക്കും, അതിന് ആശാൻ പേടിക്കണ്ട. ഈ പറഞ്ഞ ചന്തുഭായിയുടെ രേഖാചിത്രം വരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വരയ്ക്കടാ? നീ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവന്റെ രേഖാചിത്രം എങ്ങനെ വരയ്ക്കടാ? രേഖാചിത്രം എന്ന് പറഞ്ഞ ഊഹിച്ച് വരക്കുക. ഈ ചന്തുഭായിയെ പോലെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്ത ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചന്ദ്രന്റെ കുറി അവന്റെ നെഞ്ചത്തായിരിക്കും. അത് നടത്തി ആധാരം മേടിച്ച് എന്നിട്ട് ചന്ദ്രൻ തിരിച്ചു പോകത്തുള്ളൂ. 1 മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. എവിടെ കൊണ്ടുവച്ചേക്കും? ഹലോ ഭായ്, ചന്ദ്രന? അതെ, പഴയ ഡിസ്ക് ചന്ദ്രൻ തന്നെ. ഓഹോ, എവിടെ? സാരമില്ല, ഞാൻ എത്തിയേക്കാം. പറഞ്ഞതുപോലെ ചെയ്യുന്നതാ ചന്ദ്രൻ, അറിയാലോ. ശരി എന്നാ. ആരാണ് ചന്ദ്രൻ വിളിച്ചേ? ബായിയാ വിളിച്ചത്. ഏത് ബായി? ഓ, റോക്കി ബായിയെ അറിയില്ലല്ലേ? റോക്കി ബായിയെ നിങ്ങൾക്ക് അറിയില്ലല്ലേ? അയ്യോ, അറിയാം. റോക്കി ബായിയുടെ 2 കപ്പൽ നിറച്ച് സ്വർണം ബോംബെ തുറമുഖത്ത് വരുന്നുണ്ടെന്ന് ബായി പറയുകയാണ്. അവിടെ കുറച്ച് ചൈനക്കാർ ഈ സ്വർണം ഇറക്കരുതെന്നും പറഞ്ഞ് നിൽക്കുക. അവരെ ആരെയും ബായിക്ക് പേടിയില്ല. പക്ഷെ ബായിയുടെ സ്വർണം അവിടെ ഇറക്കത്തില്ലെന്നും പറഞ്ഞ് പുതിയൊരുത്തൻ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവനെയാണ് ബായിക്ക് പേടിയെന്ന്. അവന്റെ പേര് ഷബോൺ ഷാന്നോ മറ്റോ എന്നാ പറഞ്ഞേക്കുന്നത്. മിക്കവാറും ചന്ദ്രന്റെ അടുത്ത കുറി ഷബോൺ ഷാടെ നെഞ്ചത്ത്. ആശാനെ, ബായി പറഞ്ഞത് ബോംബെ കറപ്പുറത്ത് ഞാൻ കുറി വെക്കണമെന്നാ. എന്താ അഭിപ്രായം?
തികയത്തില്ല ചന്ദ്ര. അതെന്താ? ഏറിയ ഒരുപാട് കിടക്കില്ലയോ? അയ്യ, കുറി വെക്കണമെന്നാ അങ്ങനെയാണോ പറഞ്ഞത്. പറഞ്ഞത്? എത്ര വെട്ടം പറഞ്ഞാലും നിങ്ങളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്താ? ഒരു കാര്യം ഞാൻ പറയാം. ആ ചന്തുബായിയെ കണ്ടുപിടിച്ച് ആധാരം കൊണ്ട് ചന്ദ്രൻ വരൂ. മേരാ കുർമ കാസ്ത ബനാത്ത ഹേ ആധാരം ജബ്കെ पर करना है. ഇതെന്താന്നാടാ? पिक्चर का बाकी अभी देखा है भैया. എനിക്ക് വയ്യ. Wait and see. എന്റെ ദൈവം തമ്പുരാനെ, ഈ ചെറുക്കൻ ഇതെന്തോ ഭാവിച്ചു തുടങ്ങുക. ഇതിനൊക്കെ പരിഹാരം ഞാൻ എങ്ങനെ പോയി ഉണ്ടാക്കും തമ്പുരാനെ? ஐயா என்ன வேணும் ஐயா? എണ്ണ വേണ്ടി വരും. ഒരുത്തൻ തൊഴി വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. തീരുമ്മി രൂപാട് വരുമെന്നാ തോന്നുന്നത്. இந்த குரல் எங்கேயோ கேட்ட மாதிரி இருக்கு. പറയണോ? இங்க பாரு. ആരേ ആരേ കുഞ്ഞുമോൻ. ആരാ കുഞ്ഞുമോൻ? ഞാനാ കുഞ്ഞുമോൻ. അതല്ലേ പിന്നെ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ചന്തുഭായ്. ഓ, ചന്തുഭായ്. എത്ര കാലമായി കുഞ്ഞുമോൻ കണ്ടിട്ട്. ചന്തുഭായിയെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. ഒരുപാട് സന്തോഷമായി ചന്തുഭായി. കുഞ്ഞുമോൻ, நான் பழைய പരിപാടി എല്ലാം നിർത്തി. അയ്യോ, ഇപ്പോ എന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും പോയി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനിപ്പോ ദാ ഈ കരിക്കട നടത്തിയാണ് ജീവിക്കുന്നത്. ഓ, പണ്ട് ഞാൻ തല വെട്ടി വെട്ടി ജീവിച്ചു. ഇപ്പൊ കരിക്ക് വെട്ടി വെട്ടി ജീവിക്കുന്നു. എനിക്ക് ഭയങ്കര ദുഃഖമാണ്. എന്തിനാ ദുഃഖിക്കുന്ന? കുഞ്ഞുമോൻ വന്നല്ലോ. മഴയത്തും വെയിലെത്തും കുഞ്ഞുമോൻ. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം അലയടിക്കുന്നു ദുഃഖം. അതായത് ഞാൻ ഒരുപാട് പാപം ചെയ്തില്ലേ, അതുകൊണ്ടുള്ള ദുഃഖമാണ്. അപ്പൊ ഞാനേ കുഞ്ഞുമോന് ഞാൻ ഒരു കടം വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഉണ്ട്. പണ്ട് ആ ആധാർ എന്റെ കൈ കിട്ടിയ അന്ന് മുതൽ എനിക്ക് സമാധാനമില്ല. എന്നെങ്കിലും കാണുമ്പോൾ അത് തിരിച്ചു തരണം എന്നാണ് എന്റെ ആഗ്രഹം. ഇന്ന് ഞാനത് തിരിച്ചു തരും. സന്തോഷമായില്ല? സന്തോഷമായി. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണം. കടയും നോക്കിക്കോണം. പോയിട്ട് വരാം. ഇനിയിപ്പൊ ഇത് നമ്മുടെ കടയല്ലയോ? എന്താടാ പോയ കാര്യം? ജസ്റ്റ് മിസ്. ആരാ? ആ ചന്തുബായി അവിടെ നിന്ന് പാനിപൂരി തിന്നുമായിരുന്നു. ഞാൻ വിളിക്കുക എടുത്തൊരു ഒറ്റ ഓട്ടം. അവനെ കുത്താൻ വേണ്ടി ഞാൻ കത്തി ഊരിയതാ. എന്ത് പറ്റിയടാ? 24 കുറ്റാത്തി ഉണ്ടോ? എന്റെ പൊന്നു തമ്പുരാനെ, ഇതേത് പള്ളിയുടെ സെമിത്തേരിയാടാ? സെമിത്തേരി ഒന്നും അല്ല. എപ്പ കത്തി ഊരിയാലും അപ്പയൊക്കെ മുറിയുവാണ്. ഇതിന് മാത്രം സമയം എവിടെ കിട്ടുന്ന നിനക്ക് ആശുപത്രി പോവാൻ? ആശുപത്രി പോകുന്നു. ബാൻഡേജ് കൂടെ കൊണ്ട് നടക്കുവാണ്. ബാൻഡേജ് കമ്പനിക്കാരൻ എന്നെ വിളിച്ചായിരുന്നു. 2025 ഏറ്റവും കൂടുതൽ ബാൻഡേജ് ഞാനാ മേടിച്ചത്. ആശാനെ, ഈ കത്തി അങ്ങ് പിടിച്ചേ. എന്താ ഇത് വേണ്ടേ? ഇത് ബോംബെയാ. ആണോ? കത്തിയുടെ ആവശ്യമില്ല. തോക്കുകൾ കഥ പറയും. ഇനി തോക്കുകൾ കഥ പറയും. എനിക്കും ഒരു തോക്ക് വാങ്ങിക്കണം. എന്നാലും ആ ചന്തുബായി എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? നീ ഏത് ചന്തുബായുടെ കാര്യമാണ് ഈ പറയുന്നത്? പണ്ട് ഇവിടെ വിലസിയ ചന്തുബായി എന്നെ കണ്ടപ്പോ ഒറ്റ ഓട്ടമായിരുന്നു. എടാ, ചന്തുബായി ഇവിടെ വന്നിട്ട് പോയി. വന്നിട്ട് കാര്യമായിട്ട് എന്നോട് പറഞ്ഞു, നല്ലൊരു മനുഷ്യൻ, പഴയ കാര്യങ്ങളൊക്കെ വിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. അയാൾ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു എന്റെ ആധാരം തരാമെന്ന് പറഞ്ഞ് ആധാരം എടുക്കാൻ പോയതാ. വാഴപ്പിണ്ടിക്ക് വാരം നട്ടല്ലാണോടാ തനിക്ക്? എനിക്കോ? തിരിഞ്ഞു പോയി. നട്ടലിന് ഭാരം വാഴപ്പിണ്ടിയാണോ? എടോ പുല്ലേ, തപ്പ രണ്ടുപേരും കൂടെ എനിക്കിട്ട് പണിയുമായിരുന്നു അല്ലേ? എന്നാ താനൊരു കഥ കേട്ടോ. എടോ, പോലീസ് സ്റ്റേഷൻ കത്തിച്ച് തന്നെ ഞാൻ ഇവിടെ എത്തിച്ചതേ മനഃപൂർവ്വമാണോ? വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ താൻ പറഞ്ഞില്ലേടോ ബോംബെ ഭരിച്ചൊരു ചന്തുബായിയെ കുറ്റി. അവനെ കറക്കി അടിച്ചിന് ബോംബെ ചന്ദ്രൻ ഭരിക്കും. അതിനാ തന്നെ കൊണ്ട് ഇവിടെ വന്നത്. അവൻ ആധാരം തരുമ്പോ എങ്ങാനും മേടിച്ച തന്റെ കൈചന്ദ്രൻ വെട്ടും. അഥവാ ഇനി മേടിക്കണമെങ്കിൽ ചന്ദ്രനെ പേടിച്ചവൻ തന്നാ മതി. ഒന്ന് ഓസിന് മേടിച്ച് ചന്ദ്രന് ശീലമില്ല. ഭീഷണിപ്പെടുത്തി മേടിച്ച ചന്ദ്രൻ ശീലമുള്ളൂ. അവൻ അവിടുന്ന് മുട്ടയിൽ എഴഞ്ഞെഴഞ്ഞ് വന്ന് എന്റെ കാലെ പിടിച്ച് കരഞ്ഞ് അവന്റെ കണ്ണീര് കൊണ്ട് എന്റെ കാല് കഴുകണം. എന്നിട്ട് മതി ആധാരം. കുഞ്ഞുമോൻ ഒരുപാട് നേരം തപ്പി കണ്ടില്ലായിരുന്നു. കിട്ടി. ഇപ്പൊ എനിക്ക് വളരെ അധികം സന്തോഷമായി. എന്റെ ദുഃഖം ഇന്നത്തോടെ തീരും. ഇതാ വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ച ആധാരം ഇന്ന് ഞാൻ തരുകയാണ്. കൈകളെന്ത് ഇറുക്കി? ആശാന്റെ ഇടക്ക് വന്ന് കയറാൻ പറഞ്ഞു. നീങ്ക യാറ്?
ചന്ദ്രൻ ഡിസ്ക് ചന്ദ്രൻ ഫ്രം കോതവറ. എങ്ക കോതവറന്ന് എങ്ക പുരിയലേ കോതവറ. അതെ, അവൻ താമസിക്കുന്ന വീടിന്റെ സ്ഥലപ്പേര് പറഞ്ഞതാ. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണ സഹിതം അവൻ കൊണ്ട് കാണിക്കും. അതുകൊണ്ടാ. ഏയ്, ഇവിടെ നോക്കടോ, കുഞ്ഞുമോനോ ചന്ദ്രൻ ഡിസ്ക് ചന്ദ്രൻ. 10-25 കൊല്ലം ഇവന്റെ ആധാരം പിടിച്ച് കയ്യെ വെച്ചിട്ട് ഇപ്പൊ ഓസിന് തരുമ്പോ മേടിച്ചോണ്ട് പോകുമെന്ന് കരുതിയോ? താൻ എന്നെ പേടിച്ച ആധാരം തരുന്നതെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാ മതി, മേടിച്ചോണ്ട് പോക്കോളാം. അതെങ്ങനെയാണ് തരുന്നത് മാറ്റിയോളൂ നമുക്ക് വീട്. എന്നെ പേടിച്ച് ഇവൻ തരണം. ഇവന്റെ കണ്ണീരെന്റെ കാല വീണ് അണ്ണാൻ കരയുന്നു. മാറ്റി വെക്ക് തമ്പി. 25 വർഷം മുമ്പുള്ള കാര്യം, അതൊരു ചെറിയ കാര്യം. അത് നിനക്ക് എന്ത് തമ്പി? ആധാരം നീ എന്റെ കാലേ വീണ് കരഞ്ഞിട്ട് കൊടുത്താ മതിയടാ. എന്നെ തമ്പി ഇത് തമ്പിയും തുമ്പിയൊന്നുമില്ല. താനാ ദൈവത്തെ ഓർത്ത് മിണ്ടാതിരിയടാ. ഇങ്ങനെ പേടിക്കാതെ. ഇത് ചന്ദ്രനാ, ഡിസ്ക് ചന്ദ്രൻ. എടോ, കരഞ്ഞ് കാല് പിടിച്ചിട്ട് താൻ ആധാരം കൊടുത്താ മതി. തമ്പി അതിനൊന്നും ആവശ്യമില്ല. ഇത് ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന. നീ മിണ്ടായിരുന്നു, ഞാനിത് വാങ്ങിച്ചില്ല. ചന്തുഭായി അധികം കൊടുക്കും. കൈ നീട്ടി ഇത് സ്വീകരിക്കും. ഇതാ അവന്റെ ഒരു ആധാരവും കൂതാരോ 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 കൂതാരോ. ഏയ്, ഛ. ഭയം തിട്ടയാ തമ്പി. ചന്ദ്രൻ ഡിസ്ക് ചന്ദ്രൻ. ആശാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവന്റെ കയ്യിൽ നിന്ന് ആധാരം ഞാൻ മേടിച്ചു തരും. കൊടുക്കണ ആധാരം. എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലൂടാ എനിക്ക് ആധാരം വേണ്ടെന്ന്. നീ അത് കൂടാതെ അവന്റെ ഇന്ന് വാങ്ങിച്ചേ. എന്തുവാടാ ചന്ദ്ര ഇത്? പച്ചമാങ്ങ കിലോ 100. പച്ചമാങ്ങ കിലോ 100. പച്ചമാങ്ങ കിലോ 100. കൊച്ചുള്ളി 3 കിലോ 20. കൊച്ചുള്ളി 3 കിലോ 20. എടാ നാശം പിടിച്ചവന്, പോലീസ് സ്റ്റേഷനും കത്തിച്ച് കള്ളവണ്ടി കയറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഉള്ളി കച്ചവടം നടത്താൻ വന്നത്. മര്യാദക്ക് എന്റെ കീറിക്കളഞ്ഞ ആധാരം വാങ്ങിച്ചെടുത്തപ്പോഴാ. അത് പറയണം, ചന്ദ്രനോട് പറയണം. എടാ, ചന്ദ്രൻ ആരാന്ന് നീ കാണാൻ പോകുന്നവളാ. അമ്മ എന്ത് പണ്ടാരമാണിത്? പിടിച്ചു നിർത്തണോ? ബാബുവാ. രാജാബേ, രാജാബേ, 1 വെച്ചാ 10, 10 വെച്ചാ 100. 1 വെച്ചാ 10, 10 വെച്ചാ 100. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. എന്താണോ? ചന്ദ്രു കൊല്ലല്ലേ, കൊന്നു കൊന്നു കൊന്നേ, കൊന്നു കൊന്നു. ചന്ദ്രു ചന്ദ്രു ചന്ദ്ര. 1352, 1353, 1358. എടാ, നിനക്ക് അത്രക്ക് ധൈര്യമാ? ഇത് ചന്ദ്രനാ, പൂച്ചയുടെ ജന്മം. വീണ 4 കാലിലെ വീഴത്തുള്ള പട്ടി. എന്താ ചന്ദ്ര, ഞാൻ എന്തുവാടാ ഈ കണ്ടേ? നീ ആരെയാടാ ഈ തലയെ ചന്തുമായോ? നിനക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടി? എടാ ഈ അളവൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചടാ? ചന്ദ്രന്റെ അടി നോർമൽ സ്പീഡിൽ കണ്ട ആശാനും മനസ്സിലാകത്തില്ല. സ്ലോ മോഷനിൽ ഒന്നുകൂടെ കണ്ടു നോക്കണോ? നിന്റെ സ്ലോ മോഷൻ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുവാ. ഇതേതാ സ്ഥലം? ധാരാവി. ഇടി കൊണ്ട് എന്റെ ശരീരം നീരാവി. ശ്വാസം വിടാൻ കുറച്ച് സമയം തടും. നിങ്ങളുടെ കീറിപ്പോയ ആധാരം ഞാൻ തിരിച്ചു തരും. 3 ലക്ഷം രൂപ വേണോ? അത് ഞാൻ മുടക്കിക്കോളാം. എന്തിനാണെന്നറിയോ? ഇത്ര അടി വാരി കൂട്ടിയിട്ട് അവൻ സങ്കൂറ്റത്തോടെ നിൽക്കുന്ന കണ്ടോ? സിംഗ്
തങ്കക്കുട്ടി കൊള്ള എങ്ങനുണ്ട് ഇപ്പോ കളി? പണ്ടും ചങ്കൂറ്റുള്ളവരെ ചന്ദ്രൻ കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ. വേദന വല്ലതും ഉണ്ടെങ്കിൽ പോയി കുഴമ്പിട്ട് തിരുമ്മിയാ മതി. ചന്ദ്രൻ ഡിസ്ക് ചന്ദ്രൻ, അതാ എന്റെ കളി. എങ്ങനാടാ നിനക്ക് ഈ പേര് വീണത്? ഡിസ്ക് ചന്ദ്രൻ എന്നുള്ള പേര് എങ്ങനെ വന്നോ? ആദിവരൊക്കെ അറിഞ്ഞാ പിന്നെ ചന്ദ്രൻ ഇല്ല. ചന്ദ്രൻ ഇനിയും വരാനുള്ളതാ. പാക്കല പോട്ടെ. അഭിലാഷ്, രാജിമോൻ, വിഷ്ണു, അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ 100% അപ്പൊ എന്തായാലും അഭിപ്രായം തുടങ്ങാം. ആദ്യം ബിജുക്കുട്ടി തുടങ്ങാം. ഒരു രക്ഷയില്ല, കിടിലൻ സാധനം വരുന്നത്. സൂപ്പർ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 2 or 3 നമ്മൾ പാർട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ എത്രാമത്തേത്? ഡിസ്ക് മൂന്നാമത്തെ. അപ്പം രണ്ടാമത് തന്നെ ചെയ്യുമ്പോൾ ജനങ്ങളെയും നമ്മളെയും പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങുന്നത്. കാരണം രണ്ടാമത്തെ ഒരു പാർട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷ കൊടുക്കുമല്ലോ. ആ പ്രതീക്ഷയെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്നും ചെയ്യൂല. അയ്യോ ഇതാ മറ്റേ അതിൻ്റെ അകത്ത് എത്തിയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷയില്ല, നിലം തൊടാതുള്ള കൗണ്ടറുകളാണ് കേട്ടോ. അതുപോലെ ഈ സ്കിറ്റും അതേപോലെ തന്നെയായിരുന്നു. ആദ്യം വന്നപ്പോൾ ചെറിയൊരു 1, 2, 3, 4 തുടങ്ങി, പിന്നെ 50 എത്തി കഴിഞ്ഞിട്ട് പിന്നെ 75 തുടങ്ങിയിട്ട് പോയത്. അത് ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കുന്ന സംഭവം കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല, കിടിലനാണ് സാധനം. പിന്നെ എനിക്ക് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നിട്ട് ഈ പുള്ളിക്കാരൻ ഒരാവശ്യമില്ലാണ്ട് ഇതിനകത്ത് ഇടപെടലാണ്. നേരെ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ സംഭവം ശരി വന്നെന്ന് വെച്ചാലെങ്കിൽ ഷബോൺഷ ഇവിടെ വന്നിട്ടുണ്ട്. അയാളും കൂടി ഇങ്ങോട്ട് വന്നാലൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ ഡിസ്ക് ചന്ദ്രനും അദ്ദേഹം കൂടി വന്നു കഴിഞ്ഞാൽ ഒരവസ്ഥ, ഈ എനിക്ക് തോന്നണ ഇടികൊണ്ട് ദാശമാവും. പിന്നെ കുറെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം, ഈ ടീഷർട്ട് പൊക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്ലസ്സുകൾ കണ്ടില്ലേ? ഇതേത് പള്ളിയിലെ സിമിത്തേരിയാണ്. അതൊരു ഉക്കരനാറ്റം കൗണ്ടറായിരുന്നിട്ടാ. അതുപോലെ ഒരുപാടുണ്ടായിരുന്നു. ഓരോ കൗണ്ടറുകളും എടുത്തെടുത്ത് പറയാനുണ്ട്, ബാക്കി പേര് പറയാനുണ്ട്. അടുത്ത നമുക്ക് മണിക്കൂട്ടിലേക്ക് പോവാം. മണിക്കൂട്ടാ, തൂക്കി കൊലത്തൂക്ക് കൗണ്ടറുകളുടെയും പെർഫോമൻസിന്റെയും കൊലത്തൂക്കായിരുന്നു ഈ ഒരു ആക്ട്. എടുത്തു പറയേണ്ട ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ട, നമുക്ക് ചിരിച്ച് ഒരു കൗണ്ടർ കേട്ട് ചിരിച്ച് തീർന്നതിന് മുമ്പ് അടുത്ത് ഇങ്ങനെ മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ക്രിയേറ്റിവിറ്റിയുടെ പീക്ക് ലെവൽ തോട്ടം എന്ന് പറയുന്നത് ഞാൻ അവരെ ഷാറുഖ് ഖാൻ അടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ എനിക്കും കിട്ടിയില്ല. ഇവിടെ സാധാരണ മമ്മൂട്ടിയാണ്. എന്നിട്ട് ആ സാധനം ആ QR കോഡിൻ്റെ ഇത് എടുത്തോണ്ട് വരണോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹാസ്യത്തെക്കുറിച്ച് എത്ര കാലം ഓർക്കോ അത്ര കാലം ഓർത്ത് വെച്ചേക്കുന്ന ഫ്രഷ് പെർഫോമൻസ്, ഫ്രഷ് കൗണ്ടറായിരുന്നു. പിന്നെ ആ കുരുവി ഒന്ന് മുട്ടയിടുന്ന ആ പൈപ്പ് ലൈനിൽ കുടുങ്ങിയിട്ട് അത് നീ ഭാഗ്യവാനാടാ. എന്തുകൊണ്ട്? വല്ല മരം കൊത്തി ആയിരുന്നെങ്കിൽ. അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട്. പിന്നെ രാജിമോൻ ഭായ്, ഇവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ട് പറഞ്ഞാലും അവരത് സ്നേഹത്തോടു കൂടി തന്നെ എടുക്കും. ഇത് നിങ്ങളുടെ ഇതായിരുന്നു. പൊളി എന്ന് പറഞ്ഞാൽ ജംഗിൾ പൊളിയല്ല, ആമസോൺ ജംഗിൾ പൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഫുള്ള് നിങ്ങൾ വേറൊരു കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. കൂടെ ഇവരുടെയും ഇൻപുട്ട് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പെർഫോമൻസിനെ മങ്ങാത്ത രീതിയിലുള്ള ഇവരുടെ ഇൻപുട്ടും ഇവരുടേതായ കൗണ്ടർ ഇട്ട് ഗംഭീരമാക്കി. ഇതിനെ നമുക്ക് 3 പേരും എഴുന്നേറ്റിന്നാണ് ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ കൈയടിച്ചത്. അതിനേക്കാൾ വലിയ ഇത് ഈ പറയുന്ന പോലെ എല്ലാം നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസരം പൊട്ടിച്ചിരിച്ച് ആ കസേരയിൽ ഒരാൾ വീഴുകയൊക്കെ ചെയ്യുന്നു. എനിവേ, ഞങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്ന താങ്ക് യു. ഇത്രയും മനോഹരമായ പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നതിന്, ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചതിന് താങ്ക് യു. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ഇത്രയും കിടിലം പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മൾ എന്താ പറയുക, ഒരു സാധനം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഇപ്പം മണിക്കൂട്ടൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ കണ്ണെടുക്കാൻ തോന്നില്ല. ഞാൻ സത്യം പറയാം, രാജമോനെ നിങ്ങൾക്ക് കണ്ണ് കിട്ടാതാകട്ടെ കേട്ടോ. ആരുടെയും കണ്ണ് കിട്ടാതാവട്ടെ എന്ന് പറയണ്ട. കാരണം ഇത് ഒരു സ്കിറ്റിന്റെ 3ാം ഭാഗം എന്ന് പറയുന്നത്, അതിനകത്ത് ക്ലൈമാക്സ് വേറെ സാധനം പറഞ്ഞു, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. 4ാമത്തെ ലീഡ് കൂടി ഇട്ടിരിക്കുക. അതിനൊരു ഉഗ്രം കൈഡി, അതൊരു കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ. പിന്നെ രാജമോൻ തുടക്കം തൊട്ടൊരു സാധനമുണ്ട്. നമുക്ക് തന്നെ രാജമോനെ ഇത്ര സീരിയസ് ആയിട്ടൊരു ഗുണ്ട ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ആർട്ടിസ്റ്റിന് പറ്റില്ല. കാരണം വളരെ സീരിയസ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ലെങ്ത് ഉള്ള ഡയലോഗിൻ്റെ ഈ കൗണ്ടറാണ് ഓരോ സാധനവും. അത് ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതെല്ലാം എന്ത് രസമായിട്ടാണ് മാറിയത്. മാറിപ്പോയി, നട്ടലിന് പരം വാഴപ്പിണിയുടെ മാറിപ്പോയി, അതെല്ലാം കാര്യം അറിയോ.
അത് ഹാൻഡിൽ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ എന്ത് സ്മൂത്താന്ന് അറിയാം. അപ്പം അത്ര അസാധ്യമായിട്ട് സ്റ്റേജ് തൂക്കുന്നവരൊക്കെ പറ്റുള്ളൂ. തുടക്കം മുതൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്നുള്ള സാധനവും പിന്നെ ഈ മോഡുലേഷൻ, അതായത് നമ്മൾ ഹൈ പിച്ച് കളിക്കുന്ന മോഡുലേഷൻ, സൗണ്ട് കയറിപ്പോയാൽ ചിലപ്പോൾ ചിലത് തിരിയാതെ വരും. ഇതോ അതിൻ്റെ ഒരു ടാർഗറ്റ് പിടിച്ച് നിങ്ങൾ വളരെ രസകരമായിട്ട് എല്ലാ കൗണ്ടറുകളും ഏൽപ്പിച്ച് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ചിരിപ്പിച്ച് ഡിസ്ക് ചന്ദ്രൻ 3ാം എപ്പിസോഡ് പൊളിച്ചടുക്കിയതിന് 3 പേർക്ക് 4ാമത്തെ ഹിന്റ് ഇട്ടുണ്ട് പോയി. 4ാമത്തെ ഹിന്റ് കിട്ടു. 4ാമത്തതും ഒരു വൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ മാർക്ക് ബിജുക്കുട്ടൻ കൊടുക്കും. ഞാനൊരു 20,000 രൂപ. അടിപൊളി. അപ്പോൾ മണിക്കൂട്ടാ ഈ 4ാം ഭാഗം വരുമ്പോൾ അതിന് തയ്യാറെടുപ്പ് വേണമല്ലോ. ഞാനിപ്പോൾ ഒരു 5 രൂപ കൂടുതൽ 25 രൂപ ഞാൻ തന്നു. അപ്പോൾ 45 ആയി. ഇനി ഞാനെങ്ങാനും കുറച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ചന്ദ്ര എന്റെ വീട്ടിൽ കുറി വെക്കും. അപ്പൊ അതാ എന്റെ ഇത് പിടിച്ചോ. രാജുമോനെ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം ചേട്ടാ. കാരണം ഈ ഡിസ്ക് ചന്ദ്രന്റെ സ്കിറ്റ് ഞങ്ങൾ ഫസ്റ്റ് കളിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് 1,70,000 രൂപയായിരുന്നു അന്ന് അടിച്ചത്. മണിക്കൂടൻ ചേട്ടനൊക്കെ ഉണ്ട് അന്ന്. അപ്പൊ അതിന്റെ സെക്കൻഡ് എടുത്തു, അതും നന്നായിട്ട് പോയി. അപ്പൊ അതിന്റെ 3 ഇതുപോലൊരു പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം പാളിപ്പോവോ, എവിടെയെങ്കിലും പാളുവോ, പാളിക്കഴിഞ്ഞാൽ അങ്ങനെ പേടി. പക്ഷെ എന്തോ കളിച്ച് വന്നപ്പോഴത്തേക്ക് വല്ലാത്തൊരു എനർജി കിട്ടി. ആ എനർജി നിന്ന് തന്നെ അങ്ങ് കളിക്കാൻ പറ്റി. ഈ ഷബോൺ ഷാ നമ്മുടെ ഡിസ്ക് ചന്ദ്രൻ 2 സാധനം രാജിമോൻ ഈ സൃഷ്ടിച്ചെടുത്ത ഈ ഫ്ലോറിൽ നിന്നാണ്. അതെ, രാജിമോൻ സ്റ്റാർ ആകുന്നതും രാജിമോൻ അറിയപ്പെട്ടു തുടങ്ങിയതും ഈ 2 കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളിലൂടെ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവാർഡാണ്, ഏറ്റവും വലിയ അംഗീകാരമാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ. അതറിയാമോ രാജുവൻ ഭായിക്ക്? ഇല്ല, അത്ര അത് ഞങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ ഇത് അറിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ്. അത് നിങ്ങൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ട്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പം ഡിസ്ക് ചന്ദ്രന്റെ കേരളത്തിലെ പെർഫോമൻസ് കണ്ടു. ഇനി ഡിസ്ക് ചന്ദ്രനെ നിങ്ങൾ അടുത്ത ധാരാവി മുംബൈയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇനി അടുത്ത നാട് രാജ്യം വിട്ടു പോകണം. അടുത്ത ഡിസ്ക് ചന്ദ്രൻ വരുമ്പോൾ രാജ്യം വിട്ട വേറെ രാജ്യത്തിലോട്ട് പോകണം. പിന്നെ ഈ ഭൂമി വിട്ട് തന്നെ പോകണം. ഈ അഭിലാഷിന്റെ കാര്യം പറയല്ലേ? അഭിലാഷേ എന്താണ്? ഇത് കേട്ടപ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാഗവും 2ാമത്തെ ഭാഗവും നന്നായിട്ട് വന്ന് 2ാമത്തെ ഭാഗം എടുത്തപ്പോൾ ചന്ദ്രൻ മാത്രമേ ഉള്ളായിരുന്നു. ക്യാരക്ടർ 2 വേറെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ 3ാമത് എടുത്തപ്പോൾ ഈ കുഞ്ഞുമോനും ചന്ദ്രനും കൂടെ വന്നപ്പം ടെൻഷൻ എന്ന് വെച്ചാൽ മറ്റേതിൻ്റെ അത്രയും മുക്കുവോ കൗണ്ടർ ഉണ്ടോ അല്ലെങ്കിൽ ചിരിക്കുവോ എന്നുള്ള ഒരു ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. വിഷ്ണു എന്താണ് ഒരു സന്തോഷം? വിഷ്ണു ഒരു ബോംബെ കൊണ്ടൊരു ആറ്റിറ്റ്യൂഡിൽ ഇപ്പോഴും നിൽക്കുകയാണ്. വിഷ്ണു ആ സ്ലോ മോഷൻ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അതിന് പ്രത്യേക ഐഡിയ തരികയാണ്. അത് ഉഗ്രൻ ടൈമിംഗ് ആയിരുന്നു വിഷ്ണുവിന്റെ. അടിപൊളിയായിരുന്നു. വിഷ്ണു ഇപ്പൊ മറ്റേ ജംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ്? അല്ല, ജംഗ്ഷനിൽ നമ്മൾ ബസ് കയറാനോ വണ്ടി ഞാൻ ഓട്ടോ സ്റ്റാൻഡ് ഇരിക്കുമ്പോൾ അതുവഴി പോകുന്നവരെ നമ്മളറിയത്തില്ല. നമ്മൾ ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോയി അവിടെ ഇരിക്കും. അല്ല, ഞാനറിഞ്ഞു വിഷ്ണു അറിഞ്ഞുകൊണ്ട് പോയി നിൽക്കും അവിടെ. ഞാൻ സ്റ്റാൻഡിൽ പോകും, ആ വണ്ടി കൊണ്ട് പോകും. ഞാൻ അറിഞ്ഞത് മറ്റേ അന്ന് ഫ്ലക്സ് അടിച്ചു വെച്ചില്ലേ, അതിന്റെ താഴെ തന്നെ ഇപ്പൊ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് വൈകുന്നേരം കുളിച്ച് റെഡിയായി അത് അറിഞ്ഞുകൊണ്ട് തന്നെ പോയി അവിടെ. അതിൽ പോകുന്നതൊക്കെ നമ്മൾ ഓർക്കത്തില്ല, അതിൽ പോകുന്നവരെ തിരിച്ചു വരും. അല്ലെ, ഇതിനിപ്പോ ഒരു ഫ്ലക്സ് എന്തായാലും വെക്കൂലേ? അല്ല വിഷ്ണു, നമ്മളിപ്പോ നമ്മളെ മറ്റുള്ള ആൾക്കാർ കൈ കാണിച്ച് ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ? ഭയങ്കര സന്തോഷമല്ലേ, ഒരു കോൺഫിഡൻസ് വരില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ കോൺഫിഡൻസ് വിഷ്ണു ശരിക്കും കാണാനുണ്ട്, അല്ലേ ബിജുകുട്ടാ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഇപ്പൊ കാണിച്ച ഇവൻ കളിച്ചോണ്ടിരുന്നപ്പോ ചെയ്തില്ല, വിളിച്ചില്ലേ, പേര് വിളിച്ചേ, അത് അന്നേരം ഇട്ടതാ, കൈ ഇട്ടതാ. അവൻ ആവേശം കയറി കറക്റ്റ് ആയിട്ട് ആ സംഭവം വന്നതാണ്. അപ്പൊ അഭിലാഷേ, രാജിമോനെ, വിഷ്ണു, ഇനിയും ഡിസ്ക് ചന്ദ്രന്റെ 4ാം എപ്പിസോഡുമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും 3 പേർക്കും മനസ്സറിഞ്ഞൊരു ഉഗ്രം കൈയ്യടി. താങ്ക് യു. മണിക്കുട്ടാ, ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ഉണ്ട് ഇവിടെ, അതറിയാലോ? പല 2-3 ടീമുകളുണ്ട്. അപ്പൊ അതിനകത്ത് മറ്റേ ഒരാളുടെ പേര് ഞാൻ പറയാം, അനിരുദ്ധ്. മറ്റേതാരായിരിക്കും? തീർത്ത. അപ്പൊ അനന്യ 3ാമത് വിളിക്കാം. തീർത്ത, അനന്യ, അനിരുദ്ധ്. വേറെ കഴിച്ചോണ്ടല്ലോ. ഓ, മത്തിച്ചാറ് മണക്കണം മലങ്കാറ്റ്, കുളിരണം മത്തിച്ചാറ് മണക്കണം മലങ്കാറ്റ്.
കഴിച്ചോണ്ടല്ലോ നല്ല പെടപെടാ പെടക്കുന്ന വാള മിനുക്കും വേലങ്ക മിനുക്കും കല്യാണോ അത് കുഞ്ഞേശമ്മ കൂട്ടമല്ല ഓലോലോ ആ മീനെ 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 പോയി ചേച്ചി എന്തോ മീനാ അയില മത്തി ചൂര കണവ വേറെ മീനൊന്നും ഇല്ലേ ഉണ്ടടാ എന്റെ മോള് മീന അവള് സ്കൂളിൽ പോയേക്കുവാ ഈ ചേച്ചിയോട് ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയായല്ലോ നീ ഇങ്ങോട്ട് എന്തേലും ഒന്ന് പറഞ്ഞാ ഞാൻ തിരിച്ചങ്ങോട്ട് രണ്ട് പറയും അതാണ് ഈ രാഗിണി രാവിലെ തന്നെ ഓരോരുത്തന്മാര് വന്നു ഒന്നും പറയണ്ടടി അമ്മായിയമ്മ വന്ന് ഒരു മുന്നറിയിപ്പില്ലാണ്ടാ വരുമ്പോ അറിയിച്ചിട്ടാണോടി വരുന്നേ അല്ല എന്നിട്ട് എന്തിനാ ദുരന്തം വന്നത് എടി അവർക്ക് പേടി അതുകൊണ്ട് അവരെ മോനെ കാണാൻ വന്നതാ എടി പേടിയാണെങ്കിൽ ഒരു ചെരട് എപ്പിച്ചിട്ടാളോ മോനെ കാണാൻ വന്നോ അയ്യോ ആ പേടിയല്ല ഞാൻ അവരുടെ മോനെ കൊല്ലുന്നുള്ള പേടി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് നിൽക്കാൻ അവരെന്താ കരണ്ടാണോ നിന്റെ മീനേ ഫ്രഷ് അല്ല വായിന്ന് വരുന്നെങ്കിലും ഒന്ന് ഫ്രഷ് പറയടി എടി പച്ചക്കറി വാങ്ങാൻ ആരെയും വന്നാ ഓ ഇല്ല ആരും വന്നില്ല പച്ചക്കറി 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 സവാള 3 കിലോ 100 എന്താണ് ഇത് നാറ്റം നിന്റെ മീൻ വന്ന ചീഞ്ഞ എന്റെ മീൻ ചീഞ്ഞോന്നോ ഈ രാഗിണി ഇന്നേ വരെ ഈ സൂപ്പർ മാർക്കറ്റിൽ ചീന മീൻ വിറ്റ് റെഡി കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ല ഞാനതൊക്കെ കടമായിട്ടാ കൊടുക്കാറ് രാവിലെ തന്നെ ചീന ഡയലോഗ് അടിച്ചോണ്ടെങ്കിൽ നീ കച്ചവടം ചെയ്യടേ ഓ പിന്നെ പച്ചക്കറി 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 എടി എടി ആ മാർക്കറ്റ് ഷിബു അല്ലേടിയാ വരുന്നത് കറക്റ്റ് എടി അത് ഗുണ്ടയാടി അതിനെന്താടി നീ എന്തിനാ പേടിക്കുന്നേ ഈ നാട്ടുകാർ അവനെ പട്ടിയെ തല്ലുന്ന പോലെയല്ലേ തല്ലുന്ന ഒരു ഗുണ്ടാ ഷിബു എടി അങ്ങനെ വന്ന് നമ്മൾ കൈനീട്ടം കൊടുക്കണ്ടേ കൈനീട്ടം കൊടുക്കുന്ന വിഷു ആണോടി എടി അതല്ലടി നമ്മൾ ഗുണ്ടാപ്പിരിവ് കൊടുക്കണ്ടേന്ന് നീ പേടിക്കാതിരിക്കേ അവൻ വന്ന് കൈ നീട്ടുമ്പം അത് കൊടുത്താ മതിയോ മര്യാദയ്ക്ക് കൊടുത്തോണം ഞാൻ ഇരിക്കല്ലേ പ്രശ്നാവൂലടി എടി താടി വരുന്നടി അയ്യോ കഴുത്തിന്റെ പുറകിൽ ഒരു അടി കാലിന്റെ ഇവിടെ ഒരു വെട്ട് നെഞ്ചിനൊരു കുത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടാ വന്നേക്കുന്നത് അയ്യോ ഇതൊക്കെ എന്തിനാ ചെയ്തേ എന്തിനാന്ന് എനിക്കറിയത്തില്ല ഞാൻ വരുന്ന വഴിക്കാ ജനിച്ചല്ലേ പിള്ളേറിനെ കെട്ടിയിട്ട് ചെയ്തതാ എന്തോത്തിനാ ചോദിച്ചപ്പോ അവരൊന്നും മിണ്ടിയില്ലെന്ന് എന്തോ പറയാനാണ് ഷിബു കൈ നീട്ടുമ്പോ മീൻ എടുത്ത് വെച്ചാൽ ഞാൻ എന്തൊരു പൂച്ചന്ന് വിചാരിച്ച അല്ല പൂച്ചയുടെ ഷേപ്പുണ്ടേ ഷേപ്പുണ്ടെന്നോ കൈ നീട്ടുമ്പോ കിടങ്ങെടുത്ത് വെച്ചാൽ ഞാൻ കിടങ്ങനാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റു പറയാൻ പറ്റൂല ഇവിടെ ഉള്ളവർക്കൊക്കെ അങ്ങനെ ഒരു വിചാരമുണ്ട് മനസ്സിലായോ മനസ്സിലായി കിടങ്ങനാന്ന് ഷിബു മാർക്കറ്റ് ഷിബു ചന്ത ഷിബു ഈ ചന്തയായിരുന്നേ ഷിബുവിനോട് ചോദിച്ചാ മതി ഈ ഷിബു ആരെന്ന് ഈ ചന്തയിലുള്ളവരടുത്ത് ചോദിച്ചാ മതി പാമ്പിനെ കാറ്റിനും പകയുള്ളവനായി ഷിബു പാമ്പിന് പുകയോ പാമ്പിന് പുകയല്ല പക ഇപ്പൊ കരോള് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയുള്ളൂ കരോളോ പരോളല്ലേ അതെന്ന് പറഞ്ഞു ഞാൻ ക്രിസ്മസിന് ഞാൻ കരോള് പാടാൻ പോയി അങ്ങനെ മഞ്ഞ് കൊണ്ട് പനി പിടിച്ച ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ അതല്ലേ കരോളെന്ന് പറഞ്ഞത് അല്ല ചേട്ടാ ചേട്ടാ കരോള് പാട്ടൊക്കെ പാടോ പാടുവോന്നാ കേക്കണോ ഞാൻ ഭയങ്കര കരോളല്ലേ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിനൊരു പൈതലിനായി കാതോരം കേട്ടിരുന്നു ദേവപുത്രൻ പിറക്കുമെന്ന് മുത്തേ 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 പൊന്നെ 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 മുത്തേ മുത്തേ പൊന്നെ പൊന്നെ എടി ഇതാണ് നീ പറഞ്ഞ ഗുണ്ട ചന്ത വിറപ്പിക്കണ ഗുണ്ട എങ്ങനെയുണ്ടല്ലോ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ ഒരു സകലകല്ല വല്ലഭനായി പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഏക ഗുണ്ട ഗുണ്ട ബിജു ഗുണ്ട ബിജു മാർക്കറ്റ് ഷിബു മാർക്കറ്റ് ഷിബു കൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ആയിട്ട് വീട്ടിൽ കിടക്കുന്ന കേരളത്തിലെ ഏക ഗുണ്ട മാർക്കറ്റ് ഷിബു ഷിബു പ്രായഭേദമന്യേ കുട്ടികളുടെ കയ്യിൽ നിന്ന് വരെ തല്ലേറ്റു വാങ്ങുന്ന ഒരേ ഒരു ഗുണ്ട ഷിബു മാർക്കറ്റ് അല്ല ചേട്ടാ ചേട്ടൻ എന്തിനാ ഈ മറ്റേ ഗുണ്ടയൊക്കെ ആയിട്ട് നടക്കുന്നേ എന്ന് പറഞ്ഞ ഒരു കഥയാണ് 2005 ജനുവരി 1 വെളുപ്പാങ്കാലം 5:30 വിറപ്പിക്കുന്ന മഞ്ഞാണ് മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടക്കുന്നു പെട്ടെന്ന് പുറകിന്നൊരു വിളി
ജനുവരി 1 നല്ല അപ്പിക്കണം മഞ്ഞ്. ഞാനിങ്ങനെ മാർക്കറ്റിൽ കൂടെ നടക്കുന്നു, പെട്ടെന്നൊരു വിളി, പച്ചക്കറി പച്ചക്കറി പച്ചക്കറി. പൊന്നി ചേച്ചിമാരെ, അവർക്ക് ഞാൻ പറയണ കഥ കേൾക്കാൻ വയ്യ, നിങ്ങളെങ്കിലും ഒന്ന് കേക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാ ജനുവരി 1 വിറപ്പിക്കണ മഞ്ഞ്. ഞാൻ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ നടക്കുകയാണ്, പെട്ടെന്ന് പുറകീന്നൊരു വിളി. ഞാൻ ആദ്യം പറയുമ്പോ നിനക്കൊന്നും കേക്കണ്ടായിരുന്നല്ല. മര്യാദ പൈസ എനിക്കെന്റെ പൈസ വേണം, കപ്പ വേണം. കപ്പയല്ല, കപ്പം. ഗുണ്ടാപ്പിരിവ്. ഗുണ്ടാപ്പിരിവോ? എന്താ ശിവു? തരൂലേ തരൂലേ? എന്ത് പിരിവ് തരൂലേ? എന്റെ കത്തിക്ക് വെറുതെ പണി ഉണ്ടാക്കരുതെന്ന്. ഇവിടെ നമുക്കേ പണിയില്ല, പിന്നെയാണ് അവന്റെ കത്തിക്ക് പണി ഉണ്ടാക്കാൻ. ഈ ചന്ത എന്റെ തറവാടാണ്, എന്റെ തറവാടക മേടിക്കാനാ ഞാൻ ഇവിടെ വന്നേക്കുന്നു. ഡേഡി ഒരു തറ വാടക മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നു. അതല്ല, എനിക്കെന്റെ പൈസ ഇപ്പൊ കിട്ടണം, എനിക്കെന്റെ പൈസ ഇപ്പൊ കിട്ടണം. എന്റെ പൊന്നു ഷിബു, നീ എന്താ ഈ പറയുന്നത്? രാവിലെ ഒരു കച്ചവടം പോലും, ഇവിടെ ഒരു കച്ചവടവും ഇല്ല. നീ എന്താ ഈ പറയുന്നേ? കൈ നീട്ടം പോലും മനുഷ്യൻ ഇവിടെ കിട്ടിയിട്ടില്ല. കച്ചവടം കിട്ടിയാ എനിക്ക് കിട്ടും, ഉറപ്പായിട്ട് ഞാൻ തരും നിനക്ക്. കിട്ടുമല്ലേ? ഈ ഷിബുവിനെ പറ്റിക്കാൻ കച്ചവടമല്ലേ നിങ്ങൾക്ക് വേണ്ടത്? സാമ്പാറിനുള്ള ഞാൻ ഇനി മീനെടു. എത്ര രൂപ? 200 രൂപ. ഇതിന് 200 രൂപയുള്ളൂ. ഇതിന് എത്ര രൂപ? 300. 300. അപ്പൊ 500 രൂപ. ഇത് നിങ്ങളെ 300 രൂപ, 200 രൂപ. അപ്പൊ ശരി. അമ്പോ അയ്യേ, ഇത് കച്ചവടം തന്നില്ല, എന്നെ പൈസ എടുക്കും. പൈസ കച്ചവടം നടത്തി തന്നു. ഞാൻ കഷ്ടപ്പെട്ടു കച്ചവടം പിടിച്ചു തന്നിട്ട് ഇത്രയും പാടുപെട്ട് ലാസ്റ്റ് കച്ചവടം പിടിച്ചു തന്നപ്പോ പിന്നെ ഞങ്ങൾ കച്ചവടം ചെയ്ത പൈസ അയ്യടാ, വെറും കൈയോടെ നിങ്ങൾക്ക് ഞാൻ പൈസ കൊടുത്ത് കച്ചവടം വാങ്ങിപ്പിച്ചു തന്നു. എന്നിട്ട് ഇമ്മാലി പരിപാടി പറഞ്ഞോണ്ടല്ലേ. എന്താ ശിവു നീ പറയുന്നേ? അപ്പൊ എനിക്ക് കാശ് തരൂലേ? ഇല്ല, തരൂല. സവാള നശിപ്പിക്കാൻ പാടില്ലേ? അയ്യോ, അത് പറയണ്ട ചേച്ചി, എന്തോന്നാണ്. എന്താ തരോ? പൈസ തരോ? പൈസ ഷിബു, പൈസ ഞങ്ങൾ തരാം. പൈസ അങ്ങനെ വഴിക്ക് വാ. അപ്പ ഓക്കെ ശരി. ഷിബുവേ, നിന്റെ കണക്ക് കറക്റ്റ് അല്ലേ? കണക്കെടുത്താണ്. അപ്പൊ ഇനി ഞങ്ങളുടെ കണക്കൊക്കെ എങ്ങനെയാ? എന്തോ കണക്ക്? ഇതൊക്കെ നീ നാശാക്കിയില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഇതിന് നഷ്ടപരിഹാരം തരണ്ടേ? നഷ്ടപരിഹാരം തരണല്ലേ? അയ്യോ, ഞാൻ ഇതിന്റെ കാര്യം മറന്നുപോയി. നഷ്ടപരിഹാരം അല്ലേ? തരണം. എന്താണ് ഷിബു കാണിക്കുന്നത്? ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് എടുക്കും. ഏകമായി കംപ്ലൈന്റ് നേടി. ഈ മാർക്കറ്റിൽ ഒരു പൂച്ചക്കുട്ടി പോലും ഈ ഷിബുവിനെതിരെ സാക്ഷി പറയാൻ വരത്തില്ല കേട്ടോ. അതുകൊണ്ട് നീ ഒന്നും കേസ് ജയിക്കത്തൂല്ല. അതെ, പൂച്ചക്കുട്ടി സാക്ഷി പറയില്ല. അങ്ങോട്ട് നോക്ക്, CC ക്യാമറ. നീ ഇവിടെ കാണിച്ചതെല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ട്. അതൊക്കെ പോലീസുകാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ കാണിച്ച എല്ലാം റെക്കോർഡായ മീന മീന മീനായി 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 മീനല്ല പടക്കണ മീന ചൂര മീന ചൂരേ ചൂരേ പോയ് മീന മീനായി നല്ല സവാള 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 നല്ല കിടക്കാച്ചി വളക്കറി എൻ്റെ അമ്മോ. മീന മീനായി നല്ല വളക്കറി ഉണ്ട്. ചേച്ചി ചേട്ടാ ഒന്ന് കയറിട്ട് വേണം, നല്ല മലക്കറി മീനൊക്കെ ഉണ്ട്. വരണം. ശിവു, എന്തിനു നീ കാണിക്കണേ? ഞാൻ ചെയ്തതെല്ലാം ഞാൻ പറയാൻ കാണൂലേ? കാണും. ഇപ്പൊ ഞാൻ നിങ്ങളെ സഹായിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ഇന്ന് തൊട്ട് ഈ 2 കടയിൽ നമ്മളെ സഹായിക്കാനായിട്ട് നില്ലേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ആ കേസ് ഒന്നുകൂടെ കുത്തിപ്പൊക്കും. ഈ CC ക്യാമറ വന്നേ പിന്നെ എന്നെ പോലത്തെ ഗുണ്ടകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഷിബു മാർക്കറ്റ് ഷിബു. അനുരത്, അനന്യ, തീർത്ത നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊരു നീറ്റായിട്ട് നിങ്ങൾ 3 പെർഫോം ചെയ്ത് അതിനൊരു ഉഗ്രം ഐഡിയ അങ്ങ് തരികയാണ്. ഇനി ബാക്കി നമുക്ക് നമ്മുടെ സ്കിറ്റ് കളിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചോദിക്കാം. മണിക്കുട്ടാ, അതിമനോഹരമായിരുന്നു, അതിമനോഹരം. നിങ്ങൾക്ക് നൽകിയ ക്യാരക്ടർ, നിങ്ങൾക്ക് തന്നേക്കുന്ന പ്ലോട്ട് വ്യക്തമായിട്ട് അതിമനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. അതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും സ്പെഷ്യൽ. നിങ്ങളുടെ 3 പേരുടെയും ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ആ ക്യാരക്ടറോട് 100% ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിനെ പെർഫോം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കത് രസിച്ചു.
പിന്നെ മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ചിരിക്കാനായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ഒരു സജഷൻ, ചേട്ടൻ്റെ ഒരു ജസ്റ്റ് ഒരു ചേട്ടൻ്റെ രീതി പറയാം, നമുക്കൊരു പ്രോപ്പർട്ടി തരുമ്പം ആ പ്രോപ്പർട്ടി എന്താണെന്നുള്ളൊരു നമുക്ക് വേണം. ഇപ്പം നമ്മളിൽ മീൻ തരെയാണ്, അപ്പം മീനിനെ നമ്മൾ എറിയുമ്പോൾ അതൊരു മീനായി തന്നെ, അത് പ്രോപ്പർട്ടി ആയിട്ട് കാണരുത്, അതൊരു മീനാണ്. അപ്പോൾ ആ മീനിനെ എടുത്തെറിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഫീല് വന്നിരുന്നെങ്കിൽ കുറച്ച് രസമായിരുന്നു. മോയി മീനൊക്കെ എടുത്തെറിഞ്ഞ സമയത്ത് എന്തോ പ്ലാസ്റ്റിക് സാധനം പോലെ എടുത്ത് നമ്മൾ ഈ സീക്വൻസ് ഒക്കെ എടുത്തെറിയുന്ന പേപ്പറൊക്കെ എടുത്തെറിയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതല്ലാതെ ആ പ്രോപ്പർട്ടി അവർ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, അപ്പോൾ ആ മീനെ പോലെ ആ കുറേ നവര പോലെ എന്തൊക്കെ മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതിന് ഇങ്ങനെ കൈ എടുത്തെറിയുക, അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇനി അത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇതൊക്കെ ചേട്ടൻ സിനിമ ചെയ്ത സമയത്ത് ഇത് മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ ചേട്ടനെ ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞു തന്നത് ചേട്ടൻ മക്കളെടുത്ത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പം ഇതിലേറ്റവും ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ അതിമനോഹരമായിട്ട് ചെയ്തു. അത് തന്നെയാണ് ഞങ്ങളും എൻ്റർടൈൻ ചെയ്തത്. താങ്ക് യു. നല്ല സിറ്റായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ തന്നെ മണിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ പെർഫോമൻസ് ബേസിൽ ഉഗ്രനായിട്ട് നിങ്ങൾ ചെയ്ത് ഒരിടത്തും തെറ്റിക്കാതെ, നിങ്ങളുടെ ഇപ്പോൾ ഒരു മീൻ കച്ചവടക്കാരത്തി അത്ര ലൗഡായിട്ട് സംസാരിക്കണം അവർ, അതൊക്കെ നല്ല ഒബ്സർവ് ചെയ്ത പോലെ തീർത്ത ചെയ്തിട്ടാണ്. നല്ല ഭയങ്കര വൈഡായിട്ട് സംസാരിക്കുള്ളവർ. അതുപോലെ തന്നെ നമ്മുടെ അനന്യമോളും ഈ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി. അതിൻ്റെ ഇടയിലേക്ക് ഒരു ഗുണ്ട വരുമ്പോൾ ഈ ഗുണ്ടയുടെ കുറച്ച് മാനരസങ്ങൾ അത് അനിരുദ്ധ് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ സ്കിറ്റ് തമാശകൾ എഴുതിയ ചേട്ടനോട് ഒരു പ്രാവശ്യം പറയണം, തമാശകളും കൗണ്ടറും കുറച്ചും കൂടി കൂട്ടി തന്നെ ഒന്ന് പറയണം. കാരണം നിങ്ങൾ നന്നായിട്ട് തന്നു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കണം. ഞങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത് ആ ഒരു ചെറിയ പ്രശ്നത്തിൽ എവിടെയോ ഇവിടെയൊക്കെ ചെറിയ കൗണ്ടർ കുറവുണ്ടായിരുന്നല്ലാതെ നിങ്ങളുടെ പെർഫോമൻസിലും കണ്ടന്റിലൊക്കെ വളരെ വ്യത്യസ്തത ഉണ്ടായിരുന്നു. കുറച്ചും കൂടി തമാശ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാക്ഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഐറ്റമായിട്ട് മാറി തന്നെ. എന്നാലും അടുത്ത തവണ അടിപൊളിയൊക്കെ, ഇത് മോശമാണെന്നല്ല കേട്ടോ പറയണത്, ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ചെയ്താൽ മതി. ഇപ്പം അവരും കേട്ടിട്ടുണ്ടാവും. 3 പേരും ഒന്നിനൊന്നും മെച്ചം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അനുരുദ്ധ, അനന്യ, തീർത്ത 3 പേരും നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. നിങ്ങളെ ഈ ഫ്ലോറിൽ അറിയപ്പെടുന്നത് ഐറ്റം വരെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം 3 പേരുടെയും കഴിവുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ബിജുക്കുട്ടനും മണിക്കുട്ടനൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറച്ച് ഹ്യൂമർ എലിമെൻറ്റുകൾ കുറവാണ്. അത് ഈ പറയുന്നത് പോലെ നമ്മൾ ഇനി ആഡ് ചെയ്ത് ചെയ്യേണ്ട സാധനങ്ങൾ ഇനി അടുത്തതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ആർട്ടിസ്റ്റ് ബേസിൽ നിങ്ങൾ 3 പേരും ഒന്നിനൊന്നും മെച്ചമാണ്. അടിപൊളി ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാനൊരു 8000 രൂപ തരികയാണ്. ഓക്കെ, ഓക്കെ. ഇനി ബിജുക്കുട്ടൻ, മണിക്കുട്ടൻ, ഞാൻ ഒരു 7000 രൂപ. 15,000 രൂപ. 15,000 രൂപ. ബാക്കി ബാലൻസ് ഉള്ളത് ഞാൻ അങ്ങനെ തന്നാക്കാം. കച്ചവടമൊക്കെ പൊടി പൊടിക്കട്ടെ. ഇയാൾക്കുള്ള തറവാടകയും കൊടുത്താ കേട്ടോ. പിന്നെ പിടിച്ചോ. എങ്ങനെയായിരുന്നു എക്സാം എല്ലാം കഴിഞ്ഞല്ലോ? എനിക്ക് കഴിഞ്ഞില്ല. തീർത്ത ഏത് സ്റ്റാൻഡിലാണ് പഠിക്കുന്ന മോള്? 9th. മോൾ അനന്യ കഴിഞ്ഞില്ല? ഇപ്പൊ എക്സാം എല്ലാം കഴിഞ്ഞു, മാർക്കൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. കിട്ടി. എല്ലാവർക്കും ഹാപ്പിയാണ്? ഓക്കെ. അപ്പം 3 പേരും ഇനി അടുത്ത പ്രാവശ്യം ഗംഭീര സ്കിറ്റുകളുമായി വരിക കേട്ടോ. താങ്ക് യു. അപ്പം ബിജുക്കുട്ട, മണിക്കുട്ട, നമുക്ക് സമയം കറക്റ്റായി കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ ഗംഭീരല്ലായിരുന്നു. നമ്മൾ പൊളിച്ചു. അതെ, സിൽവറും ഗോൾഡും ഒക്കെ ഇനി വരാൻ പോകുന്നതാണ് അടുത്ത വീണ്ടും അല്ലേ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ഗുഡ് നൈറ്റ്.